എനിക്ക് തോന്നുന്നു വലിയ ഒരു ഇടവേള. അതിന് കാരണം തീർച്ചയായിട്ടും ഈ ആകാശവാണിയിലെ ജോലി തന്നെയായിരിക്കും. അത്രയധികം സർഗാത്മകമായിട്ടുള്ള വലിയ സൗഹൃദങ്ങൾ താങ്കളുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഭരതനെ പോലെ, അല്ലെങ്കിൽ പത്മരാജനെ പോലെ, മോഹനെ പോലെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള സംവിധായകർ താങ്കളെ തേടിയെത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പലവിധ കാരണങ്ങളാൽ സിനിമയിൽ സജീവമാകാൻ ഈ ആകാശവാണിയിലെ ജോലി പലപ്പോഴും ഒരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും ഒരു തൊണ്ണൂറുകളിലെ ഒരു വലിയ ഹിറ്റ്, ഒരുപാട് പാട്ടുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 90കളിലെ ഏറ്റവും ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് കൈതപ്രമുണ്ട്, ബിച്ചു തിരുമലയുണ്ട്, ജോണി വാക്കർ എന്ന സിനിമയിലൂടെ സജീവമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുണ്ട്, ഇടയിൽ മന്ദാരച്ചപ്പുണ്ട് പോലെയുള്ള പാട്ടുകളിലൂടെ പൂവച്ചൽ ഖാദറുണ്ട്. അങ്ങനെ ഒരുപാട് രചനയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിട്ടും ദേവരാഗം പോലുള്ളൊരു മ്യൂസിക്കൽ ഹിറ്റ്, ആ പാട്ടുകളിലെ പുറകിലെ തൂലിക താങ്കളിലൂടെ പിറന്നു എന്നുള്ളത് വളരെ വലിയൊരു ഈശ്വര നിയോഗമായിട്ട് തന്നെ കരുതേണ്ടി വരും. കാരണം ഭരതൻ എന്നുള്ള സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പലരും കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പാട്ടുകളെ ഇത്രത്തോളം മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന മറ്റൊരു സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരാളുണ്ടോ എന്നറിയില്ല. പിന്നീട് പ്രിയദർശൻ, ലാൽ ജോസ്, പുതിയ തലമുറയിലുള്ള ഒരുപാട് പേര്, ഇവരൊക്കെ പാട്ടുകൾ നന്നായി ചിത്രീകരിക്കുന്നവരാണെന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ ഒരു മാനസ ഗുരുവായിട്ട് ഇവർ തന്നെ കണ്ടിട്ടുണ്ടാവുക ഭരതനായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ഒരു ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഴകും മിഴിവും ഒക്കെ വേറെ തന്നെയാണ്. അങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നമ്മളെ വേർപിരിഞ്ഞ് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭരതേട്ടൻ്റെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് വളരെ വലിയൊരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. ആ സിനിമ അത്ര വലിയ സൂപ്പർ ഹിറ്റോ അങ്ങനെ ആ രീതിയിലൊന്നും അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സിനിമ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ അതിലെ ഗാനങ്ങളും ഗാനചിത്രീകരണവും അത് വേറെ ലെവലാണ്. ഈ പുതിയ തലമുറയുടെ ഒരു ഭാഷയിൽ പറയുമ്പോൾ അത്ര മനോഹരമായ പാട്ടുകളായിരുന്നു. അതിലെ ഗാനങ്ങൾ ഒരുക്കിയത് കീരവാണിയായിരുന്നു. അന്ന് മലയാളത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന പേര് മരകതമണി എന്നുള്ള പേരിലായിരുന്നു. സൂര്യമാനസം പോലെ 1-2 സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും മരകതമണിയുടെ ഏറ്റവും മനോഹരമായ ഒരു വർക്ക് എന്ന് പറയുന്നത് ദേവരാഗത്തിലെ പാട്ടുകളാണ്. വിഷ്വൽസ് ആണെങ്കിലും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമി, ശ്രീദേവി, ഇങ്ങനെയൊരു കപ്പിളിനെ അതിൽ ചിത്രീകരിച്ചതാണെങ്കിലും അവർ മറ്റൊരു സിനിമയിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്ര മനോഹരമായ ചിത്രീകരണങ്ങളായിരുന്നു. മാത്രമല്ല ഈ ദേവരാഗത്തിലെ പാട്ടുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഈ അടുത്തും 2 സിനിമകളിൽ അതിലെ 2 പാട്ടുകളും പുതിയ തലമുറയുടെ കഥാസന്ദർഭങ്ങളിൽ അവർ വിളക്കി ചേർത്തു. വളരെ വലിയ ഹിറ്റായിരുന്ന പ്രേമലുവിലെ യയയ യാദവ എന്ന് പറയുന്ന ആ ഗാനം, അതിലെ സീക്വൻസിൽ, അതിലെ ഒരു രസകരമായൊരു സീക്വൻസിൽ ആ പാട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നത്തെ വർഷം ഹിറ്റായിട്ടുള്ള RDXൽ ശശികല ചാർത്തിയ ദീപാവലയും ആ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ 96-ലെ ഒരു വിഷു സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊക്കെ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. കാലാപാനിയും സല്ലാപവും ഹിറ്റ്ലറൊക്കെ ഇറങ്ങിയിട്ടുള്ള വലിയ ഹിറ്റുകൾക്കിടയിലാണ് ദേവരാഗത്തിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് വരുന്നത്. അങ്ങനെ 96-ൽ ഇറങ്ങിയ ഒരു സിനിമ 2016, ഇപ്പോൾ 2025, ഒരു 20 വർഷത്തിന് ശേഷവും ഇപ്പോഴത്തെ തലമുറയുടെ സിനിമ അഭിരുചികൾക്കിടയിലും ഈ പാട്ടുകളും ഈ സീക്വൻസുകളും ഒക്കെ വീണ്ടും സ്വീകരിക്കപ്പെടുകയാണ്. ദേവരാഗമെന്ന സിനിമ താങ്കളുടെ കരിയറിലും വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദേവരാഗത്തിലെ പാട്ടുകളും ആ പാട്ടുകളിലെ പിറവിയുമില്ലാതെ MDRൻ്റെ ഒരു കാവ്യജീവിതം, അരനൂറ്റാണ്ട് കാലത്തെ ഒരു കാവ്യജീവിതം ഒരിക്കലും പൂർണ്ണമാവില്ല. നിശ്ചയമായിട്ടും. കാരണം ഈ ദേവരാഗത്തിലേക്ക് ഞാൻ എഴുതാൻ തന്നെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം ശരിയാണ്. ഈ ഗുണവും അനവധി ദോഷമായതെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാഭ്യാസം കഴിയുന്നു, ആകാശവാണിയിൽ ജോലിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ഇടയിൽ കൂടാണ് ഈ സിനിമ. അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ എനിക്കും പത്മരാജനൊക്കെയുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ വേണുനാഥ് വിളിക്കും, അയാളും അനൗൺസറായിരുന്നു. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഈ റേഡിയോ സ്റ്റേഷൻ വിട്ടു പോകാൻ പറ്റില്ല. പരമാവധി ആ ജില്ലയൊക്കെ ഇറങ്ങാമെന്നല്ലാതെ ഈ മദിരാശിയിൽ പോയി സിനിമയ്ക്ക് പാട്ടെടുത്തുള്ളത് നടക്കില്ല. പിന്നെ നമ്മൾ ലീവ് എടുത്ത് പോയാലും ഒരു സിനിമ എങ്ങാനും ചെയ്യുക, പിന്നെ ലീവ് എടുത്താൽ ലീവ് കിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, റേഡിയോ സ്റ്റേഷനിൽ ജോലിയുള്ളതുകൊണ്ട് അവിടെയുള്ള മറ്റ് പാട്ടെഴുത്തുകാർക്കും നടന്മാർക്കും സ്റ്റാഫിനും ഡയറക്ടർക്കൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ മാത്രം പോയി ഷൈൻ ചെയ്യുന്നുള്ള നമ്മളോടൊരു അപ്രീസിയേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റേതായ വിരോധം, ഇവരുടെ ശത്രുത, ഇങ്ങനെ ഇതെല്ലാം കൂടെ നേരിട്ടിട്ട് ഈ ഹാൻഡിക്യാപ്പിൽ പെട്ട് ഞാനൊക്കെ അങ്ങനെ വിഷമിക്കുകയായിരുന്നു. പത്മരാജനൊക്കെ അവസാനം ജോലി രാജിവെക്കണമെന്ന് പറയാൻ ആലോചിച്ചു. പക്ഷേ അദ്ദേഹം അവസാനം വരെ പിടിച്ചു നിന്നു. ഉള്ളത് മുഴുവൻ അസുഖാലുക്കളാണ്. അങ്ങോട്ടിറങ്ങിയാലും ഇങ്ങോട്ടിറങ്ങിയാലും പത്മരാജൻ, വീട്ടിൽ ചെന്ന പത്മരാജൻ. അപ്പോൾ അവിടുത്തെ അധികാരികളായ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ, നിങ്ങൾ കണ്ടോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ ചെന്നാൽ സമാധാനം. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ബുദ്ധിമുട്ടാണ്.
അങ്ങനെ പത്മരാജൻ അവിടെ കിടന്ന് വിഷമിച്ചത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹം ആ ജോലി വിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പടങ്ങളിലൊക്കെ ലൊക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിലും അധികം ദൂരെ പോയി പുള്ളി പടം ചെയ്തിട്ടില്ല. ആൻഡമാൻസിൽ പോയി പുള്ളി പടം ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. നല്ല നല്ല തീംസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഞാനും അങ്ങനെ ഒരു വൈതരണിയിൽപ്പെട്ടതുകൊണ്ട് ആകാശവാണിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന സമയം കൊണ്ട് വേണം പോകാൻ. പക്ഷേ ദേവരാഗം വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ അമ്മാവനെ കൊല്ലണമെന്ന്. സാധാരണ ഞാൻ ലീവ് എടുക്കുമ്പോൾ അമ്മാവൻ മരിച്ചു, അമ്മാവൻ അസുഖമായി എന്നിങ്ങനെ നുണകൾ പറഞ്ഞ് പെട്ടെന്നത് വിശ്വസിക്കും. ഒരുപാട് അമ്മാവന്മാരുണ്ടാകാമല്ലോ. ഇങ്ങനെ ഭരതൻ എന്നെ വിളിച്ച ഒരു സന്ധ്യയ്ക്കാണ് പറയുന്നത്. ഭരതൻ്റെ ലോകത്തിലെ ഏറ്റവും നല്ല ബേസ് വോയിസാണ് ഭരതൻ്റെ, കട്ടിയുള്ള വോയിസാണ്. ഏട്ടാ ഇങ്ങനെ ഫോണിൽ കൂടെ അതാ വരുന്നത്. നാളെ നീ വരണം, ഞാൻ സിനിമയ്ക്ക് പേരിട്ടു ദേവരാഗം. അപ്പോൾ എനിക്ക് ഒരു ബന്ധമില്ലാത്തതാണ്. നീയാണ് പാട്ട് എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തന്നെ വരണോ? നീ നാളെ തന്നെ വരണം, ഇതെൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. അതാണ് വാക്കതാണ്. അപ്പോൾ എനിക്കൊരു അതിൻ്റെ സംഭവം പിടികിട്ടി. അപ്പോൾ നാളെ പുറപ്പെടാൻ അമ്മാവൻ്റെ മരണം പ്ലാൻ ചെയ്തു. അപ്പോൾ പുള്ളി അടുത്ത ഡയലോഗാണ് ഏറ്റവും രസം. വയലാർ മരിച്ചുപോയി, ഇല്ല അയാളെ വിളിക്കുള്ളായിരുന്നു എന്നുവെച്ചാൽ. അപ്പോൾ പുള്ളി എനിക്കെന്തോ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അമ്മാവനല്ല ആര് മരിച്ചാലും ഞാൻ പോയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഈ ഓൺ ബില്ലും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതിക്കാൻ വേണ്ടി തന്നെ ആ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു തരാനും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല വേറൊരു ഹാൻഡിക്യാപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു പടവും, സാക്ഷ്യം, അതിൻ്റെ കളിയാണ്. മോഹൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ അതും കൂടെ ഫിറ്റ് ചെയ്യാമെന്നുള്ള ഐഡിയയിൽ ഞാൻ മുരളിയും സുരേഷ് ഗോപിയൊക്കെ ആയിരുന്നു പ്രധാന സാക്ഷ്യം. അതെ, ജോൺസൺ മ്യൂസിക് ചെയ്ത. അപ്പം ഞാൻ ഏതായാലും അമ്മാവൻ മരിച്ചല്ലോ, ഈ രണ്ട് പടം ഒരുമിച്ച് ശരിയാക്കാമെന്നുള്ള ഗൂഢമായ ലക്ഷ്യമുണ്ട്. രണ്ടും കൂടെ കമ്മിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ചെല്ലുമ്പോഴോ അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവം. അതായത് ഒരു മുറി AVM-G എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്, AVM-C ഉണ്ട്, G ഉണ്ട്, തൊട്ടടുത്ത AVM-Cയിൽ മോഹൻ്റെ പടം സാക്ഷ്യം, അവിടെ ജോൺസൺ റെഡി ആയിട്ടിരിക്കുക. അവിടെ AVM-Gയിൽ കീരവാണിയുടെ കൂടെ ഭരതനുമുണ്ട്. ഡേവിഡ് കാച്ചപ്പള്ളിയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മോഹൻ്റെ സാക്ഷ്യത്തിൽ. ഡേവിഡ് ഒരു കാറുമായിട്ട് നിൽക്കുകയാണ്. അവിടെ കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്താൻ. അവിടെ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഇവിടെ വരണം. ഈ ഡബിൾ ട്രാക്ക് ഭരതന് മനസ്സിലായി. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി പാട്ട് കമ്പോസ് ചെയ്ത് പുള്ളി അവിടെ വന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം അതാണ്. മോഹൻ ഹാപ്പിയായിട്ട് പുള്ളിയെ സ്വീകരിക്കുന്നു. അവിടെ പുള്ളിക്കറിയാം ഞാൻ ദേവരാഗം ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാനയിലെ ഹരിയേട്ടനുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അതാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നടുക്ക് ഞാൻ നിൽക്കുന്നു, അപ്പുറത്ത് മോഹൻ, ഇപ്പുറത്ത് ഭരതൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ മലയാള സിനിമയുടെ ചരിത്രത്തിലില്ല. ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മോഹന് ചിരി വരുന്നത് ഞെക്കി ചിരി വരുന്ന പോലെയാണ്. ഞാൻ ഇവരെ രണ്ടും കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു പടം എടുത്തിട്ട് പിന്നെ ആ പാട്ട് നടക്കുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയാണ്. പിന്നീട് അതായത് തെലുങ്ക് ഭാഷ അറിയാവുന്ന ഒരു ഡയറക്ടർ, പുതുമുഖം, ഭരതം കൊണ്ടുവരികയാണ് മലയാളത്തിലേക്ക്. എൻ്റെ ധാരണ ജോൺസണാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഭരതനും വലിയ തെലുങ്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തെലുങ്കനായ, അങ്ങനെ പറയാൻ പാടില്ല, തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന അദ്ദേഹത്തോട് മലയാളിയായ ഞാൻ സമ്മതിക്കുന്നത് തന്നെ ബുദ്ധിമുട്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. നല്ല മനുഷ്യൻ, ശാന്ത പ്രകൃതിയാണ്, നല്ലൊരു മനുഷ്യൻ. ആ കണ്ണ് മുഴുവൻ ആത്മാർത്ഥതയാണ്. അതാണ് ഏറ്റവും അത്ഭുതം. ഇദ്ദേഹം പാട്ടുകൾ പറയുന്നു, ഭരതം കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പാട്ടുകളും അദ്ദേഹം പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എഴുതുന്നു. ഓരോ പാട്ടിനും ഇപ്പം അതിൽ ഏത് പാട്ടെടുത്താലും അത് മറ്റൊരു പാട്ടായിട്ട് ലെവലേശം സാമ്യമില്ലാത്ത ഈണവും വരികളും വാക്കുകളുമാണ്. ഇപ്പം ആദ്യ ഗാനം തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായത് ശിശിരകാല മേഘമിഥുന ആ പാട്ട്. ശിശിരകാല മേഘമിഥുന രതി പരാഗമോ. ഈ ഗാനം കേൾക്കുമ്പോൾ ഇത്രയും ബേസ് സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദാസേട്ടൻ പാടേണ്ട ഒരു പാട്ടല്ലേ എന്ന് നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടായിരിക്കും. അത് ജയചന്ദ്രനെ സംബന്ധിച്ചാണെങ്കിലും ഒരു 90കളിലെ ഒരു പാട്ടെടുത്താൽ MDR 80കളിലെ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ 90കളിൽ താങ്കളുടെ തൂലിക കുറച്ച് സമയം റെസ്റ്റ് എടുക്കേണ്ടി വന്ന ഒരു പീരീഡായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജയചന്ദ്രൻ 90കളിലെ മൊത്തം പാടിയ പാട്ടുകളുടെ എണ്ണവും 70കളിലും 80കളിലും പാടിയ പാട്ടുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 90കൾ വളരെ വിരളമായിരുന്നു.
ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു വളരെ വലിയൊരു തിരിച്ചുവരവെന്ന് പറയണോ, അല്ലെങ്കിൽ ഞങ്ങളിവിടെയുണ്ട്, എത്ര പാട്ടുകൾ, എത്ര കാലം, എത്ര കവികൾ, എത്ര ഗാനരചയിതാക്കൾ ഇവിടെ കടന്നുപോയാലും ഞങ്ങളുടെ ഇടം ഇവിടെ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഒരു സ്പേസ് ആയിട്ട് കൂടി ആ പാട്ട് തോന്നിയിട്ടുണ്ട്. അത് ദാസേട്ടന് വെച്ച പാട്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. കാരണം ശിശിരകാലം മേഘമിഥുനം എഴുതുമ്പോൾ ഭരതേട്ടൻ മനസ്സുകൊണ്ട് ദാസേട്ടനെ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മേഘമിഥുന രതിപരാഗമൊക്കെ പുള്ളി, ഈ മിഥുനമൊക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ മിഥുനം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഒരു നോവലിൻ്റെ പേര് മേഘമിഥുനം എന്നാണ് ഞാൻ കണ്ടു. പത്രത്തോളം ഇത് ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഒരിക്കലും ഈ മേഘമിഥുനം എന്നൊരു വാക്ക് മലയാളത്തിലില്ല. അത് ഭരതൻ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞാണ് മിഥുനം കൂടെ ചേർക്കണമെന്ന്. ഞാൻ ആദ്യം എഴുതി വെച്ചപ്പോൾ എടാ അത് കൊള്ളാം, നല്ല സാധനമാണ് പുതിയ എന്നൊക്കെ പറഞ്ഞ് അത് ഇദ്ദേഹത്തിൻ്റെ ട്യൂണനുസരിച്ച് എഴുതുന്നത്, ട്യൂണിട്ടിട്ടില്ല എഴുതുന്നത്. ആ മേഘമിഥുന രതിപരാഗം എന്നുള്ളത് അവിടുത്തെ ഏറ്റവും നല്ല പന്നീർദാസിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ മൗണ്ട് റോഡിൽ. അവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ചിത്രയാണ് പാടേണ്ടത്. ലാസ്റ്റ് മിനിറ്റിലാണ് അറിയുന്നത് ദാസേട്ടൻ വരാൻ ബുദ്ധിമുട്ടാണ്, ഏതോ അമേരിക്കയിലോ എവിടെ പെട്ടു. ഭരതേട്ടന് ദേഷ്യമായി. ദേഷ്യമെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം. കീരവാണി ഞങ്ങളെല്ലാം കൂടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. കീരവാണിയുടെ അസിസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് രാജാമണി. ഇപ്പോൾ രാജാമണി സ്റ്റുഡിയോയിലുണ്ട്, കീരവാണിയുണ്ട്, ഞങ്ങളിരിക്കുന്നു. അപ്പോഴാണ് ഈ ദാസേട്ടൻ വരുന്നില്ല എന്ന് പറയും. ചിത്ര ഓൾറെഡി അവൈലബിളാണ്, ചിത്രയുണ്ട്, എന്തു ചെയ്യണം? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ, സത്യം എൻ്റെ മനസ്സിലൊരു തോന്നൽ. അങ്ങോട്ട് പോകുമ്പോൾ തീവണ്ടി യാത്രയിൽ ഒരാൾ പറഞ്ഞു, തെക്ക് വടക്ക് നടക്കുകയാണ് ഇയാൾ ജയചന്ദ്രൻ. മൗണ്ട് റോഡിൽ കാർ ഓടിച്ച് വീട്ടിൽ പോവും, വീട്ടിൽ നിന്ന് വീണ്ടും മൗണ്ട് റോഡിൽ വരും, സ്റ്റുഡിയോയിൽ പോകുന്നു എന്ന് കള്ളം പറയും, കളിയാക്കുകയാണ്. സ്റ്റുഡിയോയിൽ പോകുന്നു എന്ന് കള്ളം പറയും. ആ കടപ്പുറത്ത് മറീന കടപ്പുറത്തൊക്കെ ചുമ്മാ മെറീന കടപ്പുറത്തൊക്കെ നടക്കും. വീണ്ടും സന്ധ്യയാകുമ്പോൾ വീട്ടിൽ പോകും. ചാൻസ് ഇല്ലല്ലോ. അതെ, വളരെ വളരെ കുറവ് പാട്ടുകളാണ് 90കളിൽ. ആ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊള്ളിച്ച് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഇയാൾ തെക്ക് വടക്ക് നടക്കേണ്ടവനല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിച്ചുകൂടെ? ഭരതേട്ടനോ? അത് ഏറ്റവും തമാശ. പുള്ളി പറഞ്ഞു ശരിയാവില്ല എന്ന്. പക്ഷേ ശരിയാവില്ല എന്ന ആൾ രണ്ടാമത് പിന്നെ ദാസ് അവൈലബിൾ അല്ല എന്നുള്ളത് വന്നപ്പോൾ ഭരതൻ ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ഒരാളാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യണം, അങ്ങനെ വരികയാണെങ്കിൽ ഭരതൻ വെയിറ്റ് ചെയ്യുന്നില്ല, ദാസേട്ടന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്നൊരു ഈഗോ പുള്ളിയിൽ വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, ജയനുണ്ട്, ശരി അവനെ വിളിക്കാം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നമ്മുടെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഉള്ള കക്ഷിയല്ലേ, അവനെ വിളിക്കുക. രാജാമണി അവന് പ്രവർത്തിക്കുന്നത്. പുള്ളി ചാടി പുറപ്പെട്ടു. ഇവിടെ നിന്നൊക്കെയോ ജയൻ്റെ നമ്പർ കണ്ടുപിടിച്ചു, പുള്ളിയെ വരുത്തുകയാണ്. ജയൻ പാഞ്ഞു വരുന്നു. ജയൻ്റെ വരവ് ഞാൻ നോക്കുന്നുണ്ട്. പാഞ്ഞു വരുന്നു, കീരവാണിയെ തൊഴുന്നു. വളരെ ഭരതൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. പുള്ളി വളരെ ഇതായിട്ട് പുള്ളി അത് പാടുന്നു. പുള്ളി പാടുന്നത് തെറ്റുന്നു. ആ പാട്ട് 16 ടേക്കാണ്. ചിത്ര ഭംഗിയായിട്ട് പാടുന്നു. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തെറ്റുകയല്ല, ഇദ്ദേഹത്തിൻ്റെ പാട്ടിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവുകയാണ്. കാരണം ഒരു വലിയ ഹിറ്റ് പാട്ട് വന്നിരിക്കുന്നു, ഭരതൻ്റെ പടമാണ്, ഒരിക്കലും വരാത്തൊരു, ആ സിനിമയിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസാണ്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ആളാണ് പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വലിയ ഗായകൻ. അദ്ദേഹത്തിനറിയാം ഈ പാട്ട് ചിലപ്പോൾ ലൈഫിൽ തന്നെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും, ഒരു സിംഗറുടെ ലൈഫിൽ തന്നെ. കീരവാണിയുടെ അടുത്ത് ഭരതനിരിക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത. അപ്പോൾ ഉണ്ടല്ലോ, ഇയാൾ മാക്സിമം പാടുകയാണ്. അപ്പോൾ ഭരതൻ്റെ മുഖത്തുണ്ട് രാസചാരുത വന്നിട്ടില്ല എന്ന്. അപ്പോൾ പുള്ളി കീരവാണി ഒന്ന് തൊടും. ഭരതൻ എന്ന സംവിധായകനെ സംബന്ധിച്ച് രാഗങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ബോധ്യമുള്ള, ഇയാളുടെ വോയിസ് പുള്ളിക്ക് അറിയാം. ശരിക്കും സ്റ്റഡിയഡാണ്. അത്ര നല്ല വോയിസ് അല്ലേ ജയചന്ദ്രൻ. അത് വരുന്നില്ല. ഈ രാസചാരുതയ്ക്കകത്ത് അത് വരണം. അർത്ഥനാരീശ്വര പ്രതിമതൻ, ആ ഒരു ജയചന്ദ്രൻ മനസ്സിൽ കിടപ്പുണ്ട്. അത് വരുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. എഗെയിൻ കീരവാണി. ചിത്ര ഓക്കെ. അങ്ങനെ അപ്പോൾ ചിത്രയുടെ സിസ്റ്ററുണ്ട്, നല്ലോണം പാടും, ബീന അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ബീന സ്റ്റുഡിയോയിലുണ്ട്. 2 മണി ഒറ്റമായി നടന്നുകൊണ്ടിരിക്കുക റെക്കോർഡിങ്. അവർ കഴിക്കാനുള്ള അത്യാവശ്യം ഒരു ഫ്ലാസ്കിൽ എന്തോ സാധനം, കുറേ ബിസ്ക്കറ്റും മാത്രമേ അവിടെ ഭക്ഷണമായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇത് രാസനീലിമ ശരിയാകണ്ടേ. അങ്ങനെയാണ് ആ പാട്ടുണ്ടാകുന്നത്. പാട്ട് റെഡിയായിട്ട് വന്നപ്പോൾ ഭരതൻ്റെ മുഖത്ത് 1000
സൂര്യചന്ദ്രന്മാർ ഉദിക്കുന്ന പോലെ ബസ് ബെൽ. അന്ന് ഞാൻ ഉദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് തിരിച്ചു വന്നു, ജയചന്ദ്രൻ ഈസ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. അതിനുശേഷം പിന്നെ പ്രായം തമ്മിൽ പ്രേമം നൽകി ഒരുപാട് പാട്ടുകൾ. അതുവരെ ഇയാൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ചില കഥാപാത്രങ്ങളെ പറഞ്ഞല്ലോ. ഈ കഥാപാത്രങ്ങളൊക്കെ പിന്നീടാണ്, അയാൾ തൃശ്ശൂരുകാരനാണ് ഈ കഥാപാത്രം, ഇങ്ങേരും തൃശ്ശൂരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് റീബർത്ത് ഉണ്ടായപ്പോൾ പാഞ്ഞു വന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും തമാശ അതിൻ്റെ പേര് ക്ലെയിമും വന്നു. ഞാൻ പിന്നെ ഏതോ ഒരു ചാനലിൽ പറയുകയും ചെയ്തു, ഇവരാരുമല്ല ഭരതനാണ് കൊണ്ടുവന്നത്, തിരിച്ചു കൊണ്ടുവന്നതേ. അതെ 96 ഈ സിനിമ സംഭവിക്കുന്നത്. വലിയ ഹിറ്റായിരുന്നു. ആ പടത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ട് ഇത് തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല ഒരു ഗായകൻ്റെ, ഞാൻ ജയചന്ദ്രനെ കുറിച്ച് പറയുന്നതല്ലേ, ഇത്രയും അനുഗ്രഹീതനായ ഒരു ഗായകൻ, അയാളുടേതായ സ്വന്തമായ ഒരു ശബ്ദമുള്ള മനുഷ്യൻ. അതെ, ആരെയും അനുകരിക്കുന്നില്ല. അപ്പോൾ യേശുദാസ് എന്ന വലിയ വിഗ്രഹമായിട്ട് അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വളരെ വേറിട്ടൊരു ശൈലി ആലാപനത്തിൽ പുലർത്തിയ ഒരാളാണ്. സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള വ്യത്യാസം അതാണ് കറക്റ്റ്. യേശുദാസ് സൂര്യനാണ്, മറ്റത് ചന്ദ്രനാണ്. ചന്ദ്രനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നല്ല നിലാവാണ്. സൂര്യനാണ് എല്ലാം. അതുകൊണ്ട് അഗ്നിജ്വാലകളോട് ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ അടുത്ത് ഈ ചന്ദ്രൻ വേണം, ഇല്ലെങ്കിൽ പ്രകൃതിയില്ലല്ലോ. അതാണ് അയാളുടെ പേര്, ജയചന്ദ്രൻ അല്ലേ? അതെ. അതുകൊണ്ട് ജയചന്ദ്രനെ കൊണ്ടുവന്നത് നമ്മളാരുമല്ല, സാക്ഷാൽ പ്രകൃതിയാണ്. ഈ സൂര്യൻ മാത്രം നിന്നാൽ പറ്റില്ല, ഇടയ്ക്ക് സൂര്യൻ്റെ അടുത്തേക്ക് ഈ ചന്ദ്രൻ വേണം. അതുകൊണ്ട് തന്നെ ഒരു ഭാവഗായനം ഉണ്ടായി, ഒരു ഗാനഗന്ധർവനും ഉണ്ടായി. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് നല്ലതാണ്, ഇവർ കണ്ടുമുട്ടിയത് പണ്ടുണ്ട്. ഇതുങ്ങൾ ഈ രണ്ടും യൂണിവേഴ്സിറ്റിയിൽ കണ്ടിട്ടുണ്ട്. ഈ ഭാവഗായകൻ അടുത്തിരുന്ന് പെർക്കഷൻ വായിക്കുന്നു, മറ്റേയാൾ പാടുന്നു. ഒരു പത്ര കട്ടിങ്ങിൽ നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും കണ്ടിട്ടുള്ള ചിത്രം. നിയോഗമാണത്. അങ്ങനെ ദേവരാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ജയചന്ദ്രൻ. ആ പടത്തിലെ തന്നെ മറ്റ് പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ശശികല ചാർത്തിയ ദീപാവലയം എന്ന് പറഞ്ഞ പാട്ട്, അത് എനിക്ക് തോന്നുന്നു കോളേജുകളിലാണെങ്കിലും സ്കൂളുകളാണെങ്കിലും സിനിമാറ്റിക് ഡാൻസ് ഫെസ്റ്റിവലുകളിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ഡാൻസ് സീക്വൻസ് ആയിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറയിൽ റീലുകൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ അകമ്പടിയായിട്ട് പശ്ചാത്തലമായിട്ട് എടുത്ത് നമ്മുടെ വിഷ്വലൊക്കെ ഇടാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിനങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ വിളക്ക് കൊളുത്തുന്നതിനൊക്കെ പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പാട്ടാണ്. നവരാത്രി റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ, മലയാള പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വരുന്നൊരു പാട്ടാണ്. ചിത്രയാണത് പാടിയിട്ടുള്ളത്. അതിൻ്റെ വിഷ്വലൈസേഷനും ശ്രീദേവിയുടെ ആ ഒരു ഫേസും ഈ മൺചെരാതിൽ ദീപങ്ങൾ കൊണ്ട് വരുന്നതും അതിൻ്റെ ആ വിളക്കിൻ്റെ പ്രകാശം ഇവരുടെ ഫേസിലേക്ക് അടിച്ച് ഭരതൻ്റെ ആ സിഗ്നേച്ചർ ഷോട്ടുകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. വരികളിലാണെങ്കിലും നം തനനം എന്നുള്ള ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ട്. ശശികല ചാർത്തിയ ദീപാവലയം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ നം തനനം എന്നുള്ളത് ഈ ഡാൻസിലെ ഓരോ സ്റ്റെപ്പുകളുമായിട്ട് അത്രമേൽ ഇഴുകിച്ചേർന്ന വരികളും വാക്കുകളും ഉണ്ട്. ആ പാട്ടിൻ്റെ പിറവി, അതിൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ആ പാട്ടെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് എന്താ പറയുക, അതിനകത്ത് നമുക്ക് ഓർമ്മിക്കേണ്ട ഒരാളുണ്ട്, മണി, ഷൊർണൂർ മണി എന്ന് പറഞ്ഞൊരു പാവമുണ്ട്. പുള്ളി ഈ സിനിമയുടെ തിരക്കഥാകൃത്താണ്. ഒരുപാട് പിന്നെ എന്താ പറയുക, ഒരുപാട് സീരിയൽസിന് വർക്ക് ചെയ്ത ആളാണ്. മണി ഒരു ബ്രാഹ്മണനാണ്. ഭരതൻ ഈ മണിയെ വിളിക്കാനുള്ള ഏക കാരണം ജോൺ പോൾ ബ്രാഹ്മണനല്ലെന്നുള്ളതാണ്. കാരണം ജോൺ പോളാണ് സ്ഥിരം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്കിളെന്നാണ് ഞാൻ വിളിക്കുന്നത് ജോണിനെ. ജോൺ അങ്കിൾ എന്താ പാട്ട് എഴുതാൻ? ഞങ്ങളാണല്ലോ വേണ്ടത്, ഭരതൻ്റെ എല്ലാ പടത്തിലും പുള്ളിയല്ലേ തിരക്കഥ എഴുതാതെ. തിരക്കഥ. അപ്പോൾ പറഞ്ഞു, അങ്കിൾ എന്താ ഈ പടത്തിന് തിരക്കഥ എഴുതാൻ? അപ്പോൾ പുള്ളി പറയാ, എടാ എനിക്ക് പൂണൂരില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ടെന്താ? എടാ ബ്രാഹ്മണരുടെ കസ്റ്റംസ് എനിക്കറിയില്ല, അവരുടെ ആചാര രീതികൾ, അവരുടെ ജീവിതശൈലി അതറിയാമെങ്കിൽ ജോൺ പോൾ വലിയ സതത സഹചാരിയാണ്. ജോൺ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നോ, എനിക്കറിയില്ല ഈ സംഭവം. അങ്ങനെയാണെങ്കിൽ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അക്കിത്തത്തെ വിളിക്കാമെന്ന്. ഭരതൻ്റെ ഡയലോഗ് ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഇയാളാണ് സജസ്റ്റ് ചെയ്തത്, അക്കിത്തൊന്നും വേണ്ട, നല്ലൊരു ബ്രാഹ്മണനുണ്ട്, ജാതി പറയല്ല, ബ്രാഹ്മണൻ കസ്റ്റംസ് അറിയാവുന്ന ഒറിജിനൽ ബ്രാഹ്മണൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഷൊർണൂർ മണി എന്ന് പറയുന്നത്. അങ്ങനെ മണിയാണെങ്കിൽ ഭയപ്പെട്ടാണ് വരുന്നത്. മണി അവിടെ ഇരുന്ന് സകല കാര്യങ്ങളും പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെയാണ് അല്ല അവരുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ മണി പിന്നെ പോകുന്നില്ല. കാരണം ഭരതൻ പറഞ്ഞു ഷൂട്ട് കഴിയാതെ മണി പോകണ്ടാകുന്നു. അങ്ങനെ ഷൊർണൂർ മണി എന്നുള്ള പേര് മാറ്റി പുള്ളി മദ്രാസ് മണിയായിട്ട് അവിടെ കൂടി. അപ്പോൾ ഈ ശശികല ചാർത്തിയ ദീപാവലയം എന്ന് പറയുമ്പോൾ അതിൽ കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ ബ്രാഹ്മിൺ കല്യാണത്തെക്കുറിച്ച് ഭരതനൊന്നും അറിയില്ല, എനിക്കറിയില്ല, കീരവാണിക്ക് പറഞ്ഞുകൂടാ. ഞങ്ങൾ അതിനെപ്പറ്റി പാട്ടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടായി. ഇതിൻ്റെ രീതികൾ അറിയണ്ടേ, നല്ല വരി എഴുതാൻ പറ്റുള്ളൂ.
ശശികല ചാർത്തിയ ദീപാവലി എന്നുള്ള പാട്ട് കാർത്തിക നാളിലുള്ള എന്നുള്ള സങ്കല്പമാണ്. അങ്ങനെ അത് എഴുതുമ്പോൾ ഈ ട്യൂണനുസരിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഏകദേശം ആ പാട്ടിൻ്റെ ഐഡിയ നമുക്ക് കിട്ടി. കാർത്തിക മാസത്തിലുള്ള ഇത് ദീപാവലിയും. പക്ഷേ വേറെ പ്രോബ്ലം ഉള്ളത് ഈ നം തനനം എന്നുള്ള സാധനമുണ്ടല്ലോ, അത് കീരവാണിയുടെ കോൺട്രിബ്യൂഷനാണ്. ഡാൻസിൻ്റെ സ്റ്റെപ്പും മറ്റതൊക്കെ ആയിട്ട് നം തനനം. അപ്പോൾ ഭരതൻ ചോദിച്ചത് മലയാളത്തിൽ വന്നാൽ അത് ഇഫക്റ്റീവ് ആകുമെന്ന്. അപ്പോൾ കീരവാണി പറഞ്ഞു അതാണ് എൻ്റെ ആധികാരികമായിട്ട്. ഭരതൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പുള്ളി പറയാറില്ല, പക്ഷേ ഇത് പുള്ളി പറഞ്ഞു. പിന്നെ അതിനകത്ത് ഓരോ വരികളും, പിന്നെ ചില വരികളിലൊക്കെ ഭരതൻ ഇടപെടുന്നുണ്ട്, അത് നോർമലി ഇടപെടാറുണ്ട്. അങ്ങനെ ചില വരികളിൽ വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്നു മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവിയെ നാമൊരുക്കി തരണിത്താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഇളം തെന്നൽ. അപ്പം അതിന് മുമ്പ് ഭരതം ഇടപെട്ടു. തഴുകി ഒഴുകി ഇളം. ഞാൻ പറഞ്ഞു തഴുകി ഒഴുകിയെന്ന് വേണ്ടാന്ന്, ഒഴുകണം, അവിടെ ഒഴുകിയേ പറ്റുമെന്ന് പുള്ളി ആ വാക്കിന് പിടിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ല തഴുകി ഒഴുകി അത് പ്രാസമുണ്ടെങ്കിലും വേറെ വേണ്ട ഇത് തഴുകി എഴുതരുത്. അപ്പോൾ പുള്ളിക്ക് സംശയം, ഞാൻ വരി മാറ്റുമോ. ചഞ്ചലപാദം മഞ്ജുളനാദം നിൻ കാൽച്ചിലങ്കകൾ രാഗരാജികൾ. അടുത്ത ഭരതൻ്റെ കോൺട്രിബ്യൂഷൻ ചിലി ചില്ല കിലി കിലേക്ക്. ഇതെല്ലാം പുള്ളി ഒന്ന് വ്യത്യസ്തമായിട്ട് വേണം. ചിലിജല മാത്രം വേണ്ട, കൊലുകുല വേണം. പുള്ളി ഇരിക്കുക. അതിൻ്റെ അത് മ്യൂസിക് അത്രയും മനസ്സിലുള്ള ഒരു സംവിധായകന് ആ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ വിഷ്വൽ മനസ്സിൽ കാണാം, അതിലെ ബീറ്റ് മനസ്സിൽ കാണാം. ഈ പാട്ട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായെന്ന് ഞാൻ അറിയാൻ കാരണം എന്താണെന്നറിയാം. ആകാശവാണിയിൽ എൻ്റെ പാട്ട് വരുമ്പോൾ സാധാരണ സഹപ്രവർത്തകർ കേട്ടില്ല എന്നടിക്കുകയുള്ളൂ. സാധാരണ അങ്ങനെയാണ് സ്നേഹം കൊണ്ട്. ദേവരാഗം കണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇല്ല കാണാൻ പറ്റില്ല എന്ന് സമയം ഉണ്ടായിട്ടില്ല, പുള്ളി അങ്ങ് മാറുകയുള്ളൂ. നേരെ മറിച്ച് ഒരുത്തനുണ്ടായിരുന്നു ആകാശവാണിയിൽ, മറക്കാൻ പറ്റുക, പുള്ളി മരിച്ചു പോയി കേട്ടോ. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ കോയമ്പത്തൂർ സ്റ്റേഷൻ ഡയറക്ടറായിട്ട് ഇവിടെ തൃശ്ശൂർ പിന്നെ വന്നു, അവിടെ വർക്ക് ചെയ്യുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഈ പാട്ട് ഈ പടം കണ്ടിട്ട് രാത്രി ഇവിടെ എനിക്ക് ഫോൺ ചെയ്തു, കോയമ്പത്തൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ചോദിച്ചു, ബാലകൃഷ്ണനാണ്. എന്താ ബാലകൃഷ്ണ ഈ രാത്രി? MDR അണ്ണ, എന്നെ അണ്ണാന്ന് വിളിക്കുന്നത്, ജൂനിയറാണ് പുള്ളി. അണ്ണാ ഇത്രയും നല്ല പാട്ടില്ല, ഞാൻ അവിടെ വന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ പുള്ളി പറഞ്ഞു. സത്യം അന്ന്. അപ്പോൾ ഞാൻ ആകാശവാണിയിൽ ഒരുത്തനുണ്ടല്ലോ ദൈവമേ, അല്ല എൻ്റെ മനസ്സങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ പാട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. പുറത്ത് ഇത് മുഴുവൻ മൊത്തം ആൾക്കാർ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഇതില്ലാതെ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ദീപാവലി ഉണ്ടാകുമോ എന്ന് വരെ. ദീപാവലി, നവരാത്രി, കാർത്തിക അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ സുഹൃത്തുണ്ടല്ലോ നല്ല മിടുക്കൻ പിഷാരടി ഒരുക്കെ പറഞ്ഞു ഇതില്ലാതെ ദീപാവലി ഇല്ലാന്ന് തോന്നിപ്പോയി, ഈ പാട്ടേ ഉള്ളൂ. അതെ റീൽസിൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് RDX എന്നുള്ളൊരു സിനിമ വന്നു. ആ സിനിമയിൽ അവരൊരു സീക്വൻസിൽ ഈ പാട്ട് വെച്ചിട്ട് നായികയും സംഘമൊക്കെ നൃത്തമാടുന്ന രീതിയിൽ വന്നു. അപ്പൊ ഈ തലമുറയിലാണെങ്കിലും ഈ പാട്ടിനുള്ള ഒരു സ്വീകാര്യത വളരെ വലുതാണ്. ഒരു തമാശയുണ്ട്, RDXന്റെ ഏറ്റവും പുതിയ ഒരാൾ സുരേഷോ, സംവിധായകന്റെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിയെ കാണുമ്പോൾ എനിക്ക് പുള്ളി ഒരു പ്രസന്റ് കൊടുക്കും. എന്താണെന്നറിയാം, അതെന്നോട് പിന്നെ ആരോ ചോദിച്ചു, ഇതിനകത്ത് നഹാസ് അങ്ങനെ നല്ല ചെറുപ്പം, നല്ല പടമാണ്, എന്തോ ഒരു നല്ല പേരയാളുടെ. അപ്പോൾ അയാൾ നല്ല മിടുക്കനാണ്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, സാറിൻ്റെ പാട്ട് ഇതിനകത്തുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ പടം കാണാൻ പോകുന്നത്. പടം ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, സാറിൻ്റെ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇറങ്ങുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അല്ല എൻ്റെ പാട്ടില്ല. RDX പോലുള്ള സിനിമയിൽ കേൾക്കൂ, എൻ്റെ പാട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല സാറിൻ്റെ പാട്ട് കേട്ടില്ല, അത് ട്രംപ് എഴുതിയ പാട്ടാണ്, എൻ്റെ അല്ല, പേര് ഞാൻ കണ്ടില്ല, ട്രംപിൻ്റെ പേര് കണ്ടു എന്ന് പറഞ്ഞു. ക്രെഡിറ്റ് കൊടുക്കണ്ടേ? അതെ അല്ല ഞാൻ പറഞ്ഞ റെമ്യൂണറേഷൻ ഇളയരാജ ഒക്കെ ചെയ്യുന്ന പോലെ റെമ്യൂണറേഷൻ്റെ കേസ് കൊടുക്കുമെന്നൊക്കെ ഭയന്ന് കാണാം. പക്ഷേ ഇത്രയും പാട്ട് ഉപയോഗിക്കുമ്പോൾ മര്യാദയുള്ള ഒരാളാണെങ്കിൽ അത് എഴുതിയത് ഇന്നയാളാണെന്ന് എഴുതണ്ടേ? എൻ്റെ പേരേ ഇല്ല, പോട്ടെ, അത് 500 ദിവസം ആഘോഷിച്ചു. അപ്പോഴും എനിക്കൊരു ഇൻവിറ്റേഷനോ അറിയിപ്പോ ഇല്ല. ഞാൻ ഇത് വെറുതെ പറയാം, കോപ്പിറൈറ്റ് പ്രശ്നമല്ല പറയുന്നത്, ഒരു മാനുഷികമായ പ്രശ്നമുണ്ട്, പരിഗണന. ഈ പാട്ട് വെച്ചാണ് പടം ഓടിയെന്നതിനോട് വേറെ ചില ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, അയാളുടെ നല്ല ടേക്കിങ്സാണ്. അപ്പോൾ പറഞ്ഞു, ഞാനും സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്,
ഞാനും പടം സംവിധാനം ചെയ്തത്. അപ്പോൾ എനിക്ക് സംവിധായകൻ്റെ ബുദ്ധിമുട്ടറിയാം. ഒരു പക്ഷേ ഇതിൻ്റെ ഈ വിഷമം കൊണ്ട് ചിലപ്പോൾ ഇത് ഓർമ്മിക്കാത്തതാകും പേര്. ഇല്ല, അയാളുടെ പേരുണ്ടല്ലോ, ഡയറക്ഷൻ അയാളാണെന്ന് എഴുതിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾക്ക് നമ്മളല്ല ശിക്ഷ കൊടുക്കേണ്ടത്, ആൾക്കൊരു മനസാക്ഷിയുണ്ടല്ലോ, അത് ഇയാളെ മതിച്ചുകൊണ്ടിരിക്കും. ഈ പടം എപ്പോഴും കാണും. കാരണം ഏറ്റവും കൂടുതൽ ഹിറ്റാത് യായ എന്നുള്ള പാട്ടാണ് അതിൽ. അത് വേറെ സിനിമയിലായിരുന്നു. ഈ ശശികല ചാർത്തിയ ദീപാവലയം RDX എന്നുള്ള സിനിമയിൽ വന്നു. സാറിന്റെ തന്നെ യായ എന്നുള്ള പാട്ട് പ്രേമലുവിൽ വന്നു. പ്രേമലുവില് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ സോങ് സീക്വൻസ് ഉണ്ട്. അല്ല, ആ പാട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സിനിമ ആസ്വദിക്കാൻ കാരണം ഈ സീൻ സീക്വൻസാണ്. അപ്പോൾ ആ പാട്ട് എഴുതിയ ആൾ നാഗവള്ളി RS ഗ്രൂപ്പ് എന്തെങ്കിലും എഴുതിയാൽ മതിയായിരുന്നു, ആരെങ്കിലും ഒരു പേര് പറയാമായിരുന്നു. അതൊന്നും ചെയ്തില്ല പുള്ളി. ഈ പാട്ട് എഴുതിയ ആളെ മറക്കുക എന്നുള്ളത്, ഇപ്പോൾ രാവണപ്രഭുവിലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ട് രാവണപ്രഭുവിലെ വലിയ ഹിറ്റ് പാട്ടുകളൊന്നായിരുന്നു. പക്ഷെ രാവണപ്രഭു വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ആ പുതിയ പോസ്റ്ററുകൾ അടിച്ചു. ആ പോസ്റ്ററിൽ ഈ പറഞ്ഞ പോലെ ആദ്യം അടിച്ച പോസ്റ്ററുകളിലൊന്നും ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പ്രതികാരം വീട്ടി. എന്താണെന്നറിയാം, അത് ഞാൻ പറയാം, അതിൻ്റെ കൂടെ പറയാം. കാരണം ഞാനൊരു പടം സംവിധാനം ചെയ്തു. ഞാൻ സംവിധാനം ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ മകനെ കൊണ്ട് പാടിച്ചു, വിഷ്ണു രാജേന്ദ്രൻ. ഞാൻ പാടി. ദാസേട്ടൻ്റെ മകൻ പാടാൻ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു, വിജയ്. ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാസേട്ടൻ പാടിയ സ്ഥിതിക്ക് മകൻ വേണ്ട, അപ്പോൾ എൻ്റെ മകനെ ആരാ പാടിക്കുക? അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ കൊണ്ട് പാടിച്ചു. അവനങ്ങനെ പാടാൻ പറ്റില്ല, ബാങ്കിലാണ് ജോലി. അങ്ങനെ പാടുക, എന്നെ കൂട്ടം അമ്മാവൻ മരിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് പാടി. എൻ്റെ പേര് ചക്ക പോലെ ഞാൻ എഴുതി വെച്ചു. എങ്ങനെയാണെന്നറിയാം, MD രാജേന്ദ്രൻ. ബാലേന്ദ്ര മേനോൻ്റെ അതേ ട്രിക്ക് എന്ന് വെച്ചാൽ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം, സംവിധാനം. എന്താണെന്നറിയാം, ഞാനിത് എഴുതേണ്ടി വന്നു. ക്രെഡിറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മളത് എഴുതുന്നു. ഇനി അടുത്തിറങ്ങുന്നതിൻ്റെ പടത്തിൽ ഞാൻ ഭംഗിയായിട്ട് ഇത് ചക്ക പോലെ എഴുതും. എനിക്കധികം എഴുതാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ക്രെഡിറ്റ് കൊടുക്കണം എപ്പോഴും. അതെ അതെ, തിരക്കഥ ആരെഴുതിയോ അവൻ്റെ പേര് പറയണം, ഇല്ലേ? അതെ, അത് ഏറ്റവും വലിയ ഒരു ഇനിയുള്ള തലമുറ. അത് പഴയ പാട്ടുകൾ പലരും പല രീതിയിൽ സ്വന്തം സിനിമകളിലേക്ക്, പുതിയ സിനിമകളിലേക്ക് എടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് അവരുടെ പേര് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ലിസ്റ്റിൽ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്കൊരു നന്ദി സൂചകമായിട്ട് പേര് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് ആ പാട്ട് എഴുതിയ ആളോട് കാണിക്കുന്ന ഒരു വലിയ ആദരവാണ്, ഒരു മാന്യതയാണ്. ഈ മോഹൻലാൽ പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അതിൽ ഗിരീഷ് പുത്തഞ്ചേരി ഇല്ലാതെ ആ പടമില്ല. അതിലെ എല്ലാം ഹിറ്റ് പാട്ടുകളാണ്. ആകാശദീപങ്ങൾ, സാക്ഷി, എല്ലാം. അതിന് മർമ്മമായിട്ട് രഞ്ജിത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഗിരീഷ്. അതെ. അപ്പോൾ രഞ്ജിത്ത് ആ പാട്ട് അവര് പിന്നീട് അത് തിരുത്തിയെന്ന് തോന്നുന്നു. ആദ്യം അടിച്ച പോസ്റ്ററുകൾ അങ്ങനെ വന്നതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ വരികയും പിന്നീട് അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ വിമർശനം, ഞാൻ ഇളയരാജ മോഡലിൽ ഒരു കേസ് ആദ്യം ആലോചിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ നല്ല ഡയറക്ടർ അയാൾ. 2 പടവും ഉണ്ടായിരുന്നു കേട്ടോ അതില്. സാറ് 2 പടവും ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. ഡയറക്ടേഴ്സ് നല്ല 2 ഡയറക്ടർ, ഒന്ന് RDX ഉണ്ട്, ഒന്ന് അതിന്റെ പിന്നാലെ വന്ന പ്രേമലും ഉണ്ട്. ഒന്ന് ഗിരീഷ് ഏടിയുടെ ആയിരുന്നു, ഒന്ന് ഗിരീഷ് ഏടിയുടെ പടത്തിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യായ എന്നുള്ള പാട്ടുള്ളത്. ഇവരൊക്കെ ചെറുപ്പക്കാർ പയ്യന്മാരല്ലേ, അവരൊക്കെ പൊങ്ങി വരുമ്പോൾ ചുമ്മാ കേസ് കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് മാത്രം കേസ്. MT ഒക്കെ ആണെങ്കിൽ അപ്പം കേസ് കൊടുക്കും. ഒരു സംവിധായകനെതിരെ കേസ് കൊടുത്തിട്ട് MT അറിയാമല്ലോ, ശ്രീകുമാർ മേനോൻ, ഒരാളുടെ ജീവിതം തകർത്തു, ആ സംവിധായകൻ തീർന്നു. MT ഞാൻ ആലോചിച്ച് MT കഷ്ടപ്പെട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കേസ് കോടതിയിലേക്ക് പോകുന്നൊക്കെ കാണിച്ചു. MT ഇൻസിസ്റ്റ് ചെയ്തു അത്. കാരണം കോപ്പി റൈറ്ററെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം നമുക്കില്ല എന്നുള്ളതാണ്. ഡയറക്ടർ എന്ന് പറയുന്ന പോലെ റൈറ്റർക്ക് അതിൻ്റേതായ, പ്രത്യേകിച്ച് ലിറിസിസ്റ്റ്. ദേവരാജൻ മാഷിൻ്റെ ഒരു പാട്ടെടുത്തിട്ട് അത് ഇന്നയാളുടെ അല്ലെന്ന് പറയും. എങ്ങനെ തോന്നും അതില്ലേ, അല്ലേ? അതെ അതെ. ഇതിനകത്ത് വാസ്തവത്തിൽ ഈ പ്രേമലു കാണിച്ച ഏറ്റവും വലിയ ഒരു ദ്രോഹമായിരുന്നു അത്. ഒരിക്കലും കീരവാണിയെയും MDRനെയും മറക്കാൻ പാടില്ലായിരുന്നു. എന്നെ മറന്നാലും കീരവാണിയുടെ പാട്ടാണ് പോകുന്നത്. ആലോചിച്ച് നോക്കി. അതെ അതെ. കീരവാണി ഞങ്ങളും ഒരുമാതിരി കൊള്ളാവുന്ന വിഡ്ഢികളായതുകൊണ്ട് അത് ഭംഗിയായിട്ട് പോയി കോടതിയിൽ വക്കീലന്മാർക്ക് എമൗണ്ട് കിട്ടി. ഇത് കൊടുക്കണം കേട്ടോ. കാരണം തീർച്ചയായിട്ടും ഇത് ഹൈലൈറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പാട്ടുകൾ എടുക്കാൻ പോകുന്നത് വാചാലം എടുത്തൊരു സിനിമയിൽ ഒരു പടത്തിലുണ്ടായിരുന്നു വാചാലം. ഞാൻ ആലോചിച്ച് ഇത് കൊള്ളാമല്ലോ എന്നേ. ആരോ എന്നോട് ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ പാട്ടൊന്നും എഴുതാറില്ല. ഞാൻ കണ്ടല്ലോ സാറിൻ്റെ പാട്ട് കഴിയാൻ വേണ്ടി. പൃഥ്വിരാജിൻ്റെ സിനിമയായിരുന്നു തന്നെ ഓർമ്മ. ഒരുപാട് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഓദറിന് ഇപ്പോൾ നിങ്ങൾ മനോഹരമായിട്ട് പാടുന്നുണ്ട്. നിങ്ങൾ ഇത് കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പല പാട്ടുകളും നിങ്ങൾ ഭംഗിയായിട്ട് പാടുന്നുണ്ട്. നിങ്ങളൊരു പടത്തിൽ പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കൊടുക്കാതെ ബാക്കി എല്ലാവരുടെ പേര് കൊടുത്ത് അതിന് എന്താ അർത്ഥം? പാട്ട് വരുന്നുമുണ്ട്. അത്
ഒരിക്കലും അങ്ങനെ അവഹേളിക്കാൻ പാടില്ല. ഈ പടത്തിലെ തന്നെ ദേവരാഗത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഇതിലെ മറ്റൊരു പാട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ യാ 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 യാദവ വരികൾ കേൾക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു വരികൾ, പക്ഷെ അത് പാടി കേൾക്കുമ്പോൾ യാ 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 യാദവ എനിക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് അടർത്തി മാറ്റി കഴിയുമ്പോൾ ആ പാട്ട് ഇത് മനഃപൂർവ്വം മലയാള ഭാഷയെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള വാക്കുകൾക്ക് അർത്ഥം കൽപ്പിക്കാത്തൊരു പാട്ടായി. അല്ലെങ്കിൽ എം ഡി ആറിൻ്റെ ആ കാവ്യഭംഗിയുള്ള അർത്ഥസമ്പുഷ്ടമായ പദങ്ങളൊക്കെ വരുന്ന ആ പേനയെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി വേറൊരു റൂട്ടിൽ എഴുതാൻ നിർബന്ധിതനായ പാട്ട് പോലെ എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സിറ്റുവേഷൻ ആ പാട്ട് വളരെ മാച്ചാണ്. ആ ഒരു പാട്ട് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഭരതനെ പോലെ പാട്ടുകളിലെ വരികളിലും ഈണത്തിലുമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകൻ്റെ കീഴിൽ ഈ ഒരു പാട്ട് എങ്ങനെയാണ് പിറവി കൊണ്ടത്? ആ പാട്ട് എഴുതുമ്പോഴും ഞാനും ഈ യായ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇയാൾ കീരവാണി ഇൻസിസ്റ്റ് ചെയ്തു അത് ആ പാട്ടിന് പുള്ളിയുടെ ഒരു സങ്കല്പത്തിൽ കറക്റ്റാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഭരതൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, ഭരതൻ ഇങ്ങനെ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ കീരവാണി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പുള്ളി പറഞ്ഞ് കറക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ അങ്ങനെ ഒരിക്കലും മലയാള ഭാഷയ്ക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന ആളല്ല. എടാ അത് അയാളെ ടീസ് ചെയ്യാണ്. ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കൊഞ്ഞനം കാണിക്കാന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, അതാണ് കാണിച്ചത്. അത് യാ എന്നുള്ളത് കറക്റ്റാണ്. അങ്ങനെ ഒരു വാക്കേ ഉള്ളൂ. കാരണം കീരവാണി അത് അങ്ങനെ ഉദ്ദേശിച്ചല്ലെങ്കിലും സാധനം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മറ്റെന്ത് മാറ്റിയാലും ഇത് മാറ്റുന്ന പ്രശ്നമില്ല. ഏത് അങ്ങനെയാണ് പുള്ളി വിധി പ്രസ്താവിച്ചത്. നോക്കുമ്പോൾ കറക്റ്റാ. ഗണേഷ് എന്ന് പറഞ്ഞ ഷൊർണൂരുള്ളൊരു നാടകൃത്തുണ്ട്, എൻ്റെ വലിയ ആരാധകൻ. പുള്ളി നാടകം അഭിനയിക്കാൻ വരും. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു നടിയായിരുന്നു, മീനാ ഗണേഷിൻ്റെ ഭർത്താവ് നല്ല നാടകൃത്തൊക്കെയാണ്. ഷൊർണൂരെ മിടുക്കനായ നല്ല സാഹിത്യ ബോധമുള്ളയാണ്. അപ്പോൾ അയാൾ എന്നെ എപ്പോഴും കാണുമ്പോൾ ആകാശവാണി നാടകം അഭിനയിക്കാൻ വരുമ്പോൾ എപ്പോഴും പുള്ളി ഇത് ചോദിക്കും, സാറിൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ യാ എന്ന് പറഞ്ഞ പുള്ളി എപ്പോഴും. അപ്പം ഞാൻ പറയാം ഇങ്ങനെയാണ് ഗണേഷ്, ഇതാണ് സംഭവിച്ചത്. അപ്പോൾ മീനാ ഗണേഷിന് മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളത്. പിന്നെയും എന്നെ കാണുമ്പോൾ ഇദ്ദേഹം പറയും, എന്നാലും സാഹിത്യ ഭംഗിയുള്ള എം ഡി ആർ പുള്ളി നല്ല എഴുത്തുകാരനാണ്. ഞാൻ പെട്ടെന്ന് അവരെ ആലോചിച്ച് പോയി. പലർക്കും ഈ ഭാഷാപരമായിട്ട് എന്തോ ഒരു വൈകല്യം സംഭവിച്ച പോലെ. സാധാരണ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഗായകൻ, അദ്ദേഹം തൊട്ട് മുമ്പ് എ.ആർ. റഹ്മാൻ്റെ വളരെ ഹിറ്റായ പാട്ട് കാതലൻ എന്ന് പറഞ്ഞ സിനിമയിൽ എന്നവളെ എന്നുള്ള പാട്ടൊക്കെ പാടി വലിയ ഒരു തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സമയം. അതിനുശേഷം ഈ 94 കാതലൻ എന്ന സിനിമ വരുന്നത്. എന്നവളെ ആ പാട്ട് വളരെ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്ത്, അതിൻ്റെ തുടർച്ചയായിട്ട് തമിഴിൽ ഒരുപാട് അവസരങ്ങളുള്ള സമയത്താണ് ഇതിലെ ഒരു ചെറിയ പോർഷൻ ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുള്ള ആ ഭാഗം ഒന്ന് പാടാമോ? ഓ രാധികേ ഈ സംഗമം വനവല്ലിക്കൂടിൽ കണ്ടു കൊതിയോടെ, അത് മുല്ലപ്പൂവായി നീളെ വിരിഞ്ഞു. അപ്പോൾ അവൾ പാടുന്നു, ഈ വാക്കുകൾ തേൻ തുള്ളികൾ നീലത്തിങ്കൾ ബിംബം പോലെ, അങ്ങനെ പറഞ്ഞു. അത് ഉണ്ണികൃഷ്ണന്റെ ആ ശബ്ദവും അരവിന്ദ് സ്വാമിയുടെ ആ ഒരു രൂപം, അദ്ദേഹം ഒരു ശ്രീകൃഷ്ണനായിട്ട് നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയും ഒക്കെ ചേർന്ന് ഭയങ്കര റൊമാൻറ്റിക് വോയിസ് എന്ന് പറയില്ലേ, അത് സ്വരം അതുപോലെ തന്നെ ആ രൂപം, അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയും. അപ്പം അന്ന് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ പോലെ പെൺകുട്ടികളൊക്കെ അരവിന്ദ് സ്വാമിയുടെ ആരാധികമാരാണ്. അപ്പോൾ ആ സീക്വൻസും ഈ ശബ്ദമൊക്കെ അതിന് വളരെയധികം ആ പാട്ടിൽ വളരെയധികം രസമായിട്ടുണ്ട്. ഇപ്പോൾ ജയചന്ദ്രൻ്റെ വോയിസ് ശിശിരകാലം എന്നുള്ള പാട്ടിൽ വളരെ ആപ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ചെറിയ സീക്വൻസേ ഉള്ളൂ, ഒരു മുഴുവൻ ഗാനം എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ രസം കൂടെ പറയാം, ഈ ഭരതൻ ഇയാളെ വിളിച്ചു വരുത്തി, ഞാനും എൻ്റെ അടുത്ത് വന്നിരിക്കുക സ്റ്റുഡിയോയിൽ, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. അപ്പോൾ പുള്ളി അവിടെ ഇരിക്കുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചു. എന്നുവെച്ചാൽ വളരെ വിനയാന്വിതനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സീറ്റിലിരിക്കുകയാണെങ്കിൽ ഇരിക്കണ്ടേ, പുള്ളിക്ക് അങ്ങനെ ഇരിക്കുകയാണ്, ഭയന്നിരിക്കുക. ഭരതനാണ് ഇവനെ വലിയ ഇഷ്ടം, ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടം. ഭരതൻ ഇയാളോട് അപ്രീസിയേഷനാണ്. ഭരതൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴും പുള്ളിക്ക് മറുപടി പറയാനൊരു മടി, എന്നുവെച്ചാൽ ഒരു ബഹുമാനം. പാട്ട് പാടിക്കഴിഞ്ഞ് പുള്ളിക്കത് തന്നെ. അപ്പോൾ എന്നോട് പുള്ളി ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു. വളരെ ഒരു ഗായകനല്ല പുള്ളി, ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, വെച്ചാൽ നല്ല സിമ്പിൾ, നല്ല വിനയാന്വിതനായിട്ടൊരു ഒരു ഗായകനിൽ ഞാനിങ്ങനെ വിനയം കണ്ടിട്ടില്ല.
അത് സത്യം. സംഗീതമുള്ളവരെല്ലാം നല്ല ആൾക്കാരാണ്. വലിയ കർണാട്ടിക് സംഗീത പാരമ്പര്യമൊക്കെയുള്ള കുടുംബത്തിൽ വലിയ പാരമ്പര്യമുള്ള വലിയ മനുഷ്യനാണ്. പക്ഷേ എനിക്കത് വല്ലാതെ ഒരു കലാകാരനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും വിനയാന്വിതനായിട്ടുള്ള 2 or 3 പാട്ട് പാടി കഴിയുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള തോന്നൽ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ അല്ലേ? അതെ അതെ അതെ. അവരുടെ മുമ്പിൽ ഇയാളൊരു, മാത്രമല്ല എന്നെവളെ പോലൊന്നും ആർക്കും ഒരു പാട്ട് പാടാൻ പറ്റില്ല. മാത്രമല്ല അവിടെ വലിയ വലിയ സിംഗേഴ്സ് ഉള്ള സമയത്താണ് ഇയാളുടേതായ ഒരു സിഗ്നേച്ചർ മാസ്റ്റർ പീസ്. അതെ 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 അല്ലേ? അതെ. അത് വലിയ അത്ഭുതമാണ്. അതായത് മറ്റേ നല്ല സിംഗേഴ്സ് SPB ഉള്ള സമയത്താണ് ഇദ്ദേഹം ഇത് പാടുന്നത്. പിന്നെ ആ സിനിമയിലെ തന്നെ മറ്റൊരു പാട്ട് താഴമ്പൂ മുടിമുടിച്ച്, അത് എനിക്ക് തോന്നുന്നു ഈ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എല്ലാ സവിശേഷതകളും ഉൾച്ചേർന്നിട്ടുള്ള അവരുടെ പർട്ടിക്കുലർ ഒരു ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ അതിനകത്ത് വരികളിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഭരതൻ മദ്രാസിൽ വിളിച്ചു വരുത്ത സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ബ്രാഹ്മണനാണ്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ സിസ്റ്റംസ് എല്ലാം അറിയാമല്ലോ. ഈ സിസ്റ്റം അറിയാതെ എഴുതാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കി. കീരവാണിക്കും അങ്ങോട്ട് ഇഫക്റ്റീവ് ആവുന്നില്ല ഈ സംഭവം. ട്യൂൺ വരണമെങ്കിലും അതിൻ്റെ ഇതറിയണമല്ലോ. അപ്പോൾ ഭരതന് മനസ്സിലായി ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സമയവുമില്ല, സ്റ്റുഡിയോയിൽ ഇരിപ്പല്ലേ, എടാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭരതൻ യൂഷ്വലായിട്ട്. ഞാനും പിന്നാലെ പോയി. ഭരതനാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയുടെ സ്ഥിതിയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ കയറിയിരുന്നു, മുൻസീറ്റിലിരുന്നു, ഭരതൻ ഓടിക്കുന്നു. ചുമ്മാ ഇങ്ങനെ ജംഗ്ഷൻ മറ്റേത് മറിച്ചത് മൗണ്ട് റോഡ് ഇങ്ങനെ കറങ്ങുകയാണ് വണ്ടി. നല്ല ഉച്ച സമയവും. അപ്പോൾ ഭരതൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കണ്ടേടാ പാട്ട് എങ്ങനെയാ ബ്രാഹ്മണ കല്യാണം. ബ്രാഹ്മണരുടെ ഒരു കല്യാണമാണ്. ഇപ്പോൾ അതിൽ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിൻ്റെ പേര് ശൗണ്ടി, അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു എൻ്റെ ഓർമ്മ. ശ്രീദേവിയുടെ ക്യാരക്ടറുണ്ട്. അപ്പോൾ ഒരു ബ്രാഹ്മണരുടെ ഒരു ലൈഫും അദ്ദേഹത്തിൻ്റെ ശ്മശാനത്തിലെ അങ്ങനെ എന്തോ കണക്ഷനൊക്കെ ഇല്ല. അതെ 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 അതെ. ആ രീതിയിലുള്ളൊരു കഥാസന്ദർഭമുണ്ട്. പക്ഷെ അത് അതേസമയം തന്നെ ഇവരുടെ ഒരു പ്രണയം, ഇവരുടെ ഒരു ജീവിതം, ഇവരുടെ ഒരു വിവാഹത്തിന് മുമ്പുള്ള സന്ദർഭങ്ങളൊക്കെ അതിൻ്റെ ഒരു കഥാഗതിയിലുണ്ട്. അപ്പോൾ ആ സീക്വൻസിൽ കൃത്യമായിട്ട് ഇവരുടെ ജീവിത പരിസരങ്ങൾ വിളക്കി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വരികളിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനു വേണ്ടി മണി ഷൊർണൂരിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അത് രസമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ പാട്ട് എഴുതാൻ പറ്റുന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ. വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഭരതൻ പറഞ്ഞു ഓരോ പാട്ട് മൂളാം. അപ്പോൾ മൂളുമ്പോൾ നിനക്ക് ചിലപ്പോൾ വരും. ഇത് പിന്നെ അവനെ കേൾപ്പിക്കാമെന്നുള്ള അർത്ഥത്തിൽ മൂളാനൊക്കെ തുടങ്ങി. അപ്പോൾ പുറകിൽ നിന്നൊരു മൂളൽ. എന്താ അറിയേണ്ടത്? പുള്ളി കേട്ടോണ്ട് കിടക്കുമായിരുന്നു. എന്താ അറിയേണ്ടത്? ഈ ബ്രാഹ്മിൻ കല്യാണത്തെക്കുറിച്ചാണോ ഭരതേട്ടാ ചോദിക്കുന്നത്? അതേ മണി. അപ്പോൾ പുള്ളി പറയാ അത് കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ഒറ്റയടിക്കാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പേനയില്ല, കടലാസും ഇല്ല. ആ കാറിൻ്റെ ആ ഭാഗത്ത് എന്തോ ഒരു സാധനം, ഒരു നോട്ടീസോ മറ്റോ ഇരിപ്പുണ്ട്, അതേ ഉള്ളൂ. ചെറിയൊരു പേപ്പർ. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. ഒരു പെൻസിലോ മറ്റോ ആ കാറിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് താഴമ്പൂ മുടി പിടിച്ച് 18 പതുക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി താഴമ്പൂ മുടി മുടിച്ചിട്ട് ചേല ചുറ്റി പിന്നെ വെള്ളി ചിറ്റണിഞ്ഞ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ സിസ്റ്റം അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കടയിലേക്ക് പലചരക്കടയിലേക്ക് സാധനം എഴുതിയെടുക്കുകയല്ലേ, 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഈ പെൻസിലെടുത്ത് അതിൻ്റെ പുറത്ത് താഴമ്പൂ മുടി മുടിച്ച് ചിറ്റണിഞ്ഞ് ചേല കൊടുത്ത്. അപ്പോൾ ഞാൻ 18 മുഴം ചേല ഞൊറിഞ്ഞു കൊടുത്ത്. ഓക്കെ. പിന്നെ ചിറ്റണിഞ്ഞ്. അപ്പോൾ ഭരതൻ വെള്ളി ചിറ്റണിഞ്ഞ്, വെള്ളി ആയിക്കോട്ടെ. ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞ ഈ പലചരക്കടയിലെ സാധനം പോലെ കംപ്ലീറ്റ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാമല്ലോ. അപ്പം ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ അതിനകത്ത് ആക്ച്വലി ആ സിസ്റ്റം അതുപോലെ വന്നു. എന്നുവെച്ചാൽ താഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചേല ഞൊറിഞ്ഞു കൊടുത്ത് വെള്ളി ചിറ്റണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മണമകൾ ഒരുങ്ങി. മണമകള് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പം മണമകൾ ഒരുങ്ങി പുള്ളിക്ക് വലിയ ഇഷ്ടമായി. കാരണം മരുമകളെ മണമകൾ തമിഴ്നാട് ആയതുകൊണ്ട് അത് ഇംപ്രസ് ചെയ്ത് വന്നു. അങ്ങനെ ആ വരി വന്നപ്പോൾ കറക്റ്റ് ബ്രാഹ്മിൻ. അത് ഈ താഴമ്പൂ മുടി മുടിച്ചാണ്, മുടി മുടിച്ച് എന്നുള്ള വാക്കാണ് അതിനകത്ത് വേണ്ടത്. അതോടെ മണി പിന്നെ ഉറങ്ങി. അതാണ് അത്ഭുതം. ഇതിനു വേണ്ടി മാത്രം ഉണർത്തിയ മണി, ഷൊർണൂർ മണി പിന്നെ അഗാധമായ ഉറക്കത്തിലേക്ക് പോയി. ഞങ്ങളവിടെ ചെന്നു, സാധനം കൊടുക്കുന്നു. ഇത് പറഞ്ഞ് ഭരതനൊരു ചെറിയ മൂളൽ മൂളി. പുള്ളിക്ക് അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു മിടുക്കനാണല്ലോ കീരവാണി. ഓട്ടോമാറ്റിക്കലി ആ പലചരക്കടയിലെ ലിസ്റ്റ് പാട്ടായിട്ടും വരികയാണ്. അത് ഗംഭീരമായിട്ട് മാറുന്നു. സത്യത്തിൽ മണി മരിച്ചുപോയി, എവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും പാവം. മണിക്ക് ഇതിൻ്റെ പകുതി പൈസ കൊടുക്കണ്ടായിരുന്നു. കാരണം താഴമ്പൂ മുടി മുടിച്ച് അവിടെയാണ് അതിൻ്റെ തുടക്കം. അങ്ങനെയുള്ള വരികൾ വന്നുകൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ട്യൂണുണ്ടായത്. അത് വലിയ വെള്ളി ചുറ്റണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗ്രാമത്തിന് ഐശ്വര്യ വിളക്കായി
നീ വലങ്കാൽ വെച്ച്. ഇത് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കല്യാണത്തിൻ്റെ രീതികൾ. ഈ പടത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഗാനം, അതേ രംഗത്തുള്ള പല എഴുത്തുകാർക്കും ആ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാറ്റിക് കവിതകൾ എഴുതിയിട്ടുള്ള ഒരു തൂലികയാണ് MD രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കവിയുടേതെന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമയിലും അങ്ങനെ കവിത തുളുമ്പുന്ന, അല്ലെങ്കിൽ കറക്റ്റ് ഒരു കവിത തന്നെ ഈ സിനിമയിൽ വിളക്കി ചേർത്തിട്ടുണ്ട്. കരിവരി വണ്ടുകൾ കുറുനിരകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വഴികളിലൂടെ കടന്നു പോകുന്ന ഈ കവിതയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത വളരെ ഇറോട്ടിക്കാണ്. ഇറോട്ടിക് പാട്ടുകളും ഇറോട്ടിക് കവിതകളും ഇറോട്ടിക് വാക്കുകളും ഒക്കെ സിനിമയിൽ വിളക്കി ചേർക്കാൻ ഏറ്റവും വിരുദ്ധുള്ള താങ്കളുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കവിതയായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് സിനിമയിലില്ലായിരുന്നു. അപ്പോൾ അത് ഭരതൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് പോലും ഒരു പാതി വഴിയിൽ നിർത്തിയ ഒരു ചരിത്രം ഉണ്ടാവില്ല. കാരണം പലരും അവാർഡിന് അയക്കുമ്പോൾ പാട്ട് ആദ്യം ഷൂട്ട് ചെയ്യും, പടത്തിൽ ചിലപ്പോൾ സെൻസർ കഴിഞ്ഞ് വരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ചിലരൊക്കെ അവാർഡിന് അയക്കുമ്പോൾ ഈ പാട്ടുകൾ കട്ട് ചെയ്ത് കളയും. ആ പാട്ടുണ്ടാക്കിയവരോട് തെല്ലും ആദരവില്ലാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് കൈതപ്പുറം ഒരിക്കൽ പെരുമഴക്കാലത്തിലെ പാട്ടുകൾ ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ട് അവാർഡിന് അയച്ചപ്പോൾ പരാതിപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ ഒരാളല്ല ഭരതൻ. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ തന്നെ ഈ പാട്ടുകളോട് കൂടിയിട്ടുള്ള സിനിമകളാണ്, പാട്ട് ഉള്ള സിനിമകളാണ്. പക്ഷേ ഈ സിനിമയിൽ ഈ പാട്ട് മുഴുവനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയദൈർഘ്യത്തിൻ്റെ പേരിലോ മറ്റീ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടോ ആ പാട്ട് അങ്ങനെ പകുതി വഴിയിൽ മുറിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം അറിയണമെന്നുണ്ട്. അതായത് ഞാനിങ്ങനെ മറ്റേ പാട്ടെല്ലാം എഴുതി പോന്നപ്പോൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ ഫോൺ വരുന്നു. എടാ ഞാനിപ്പോൾ ഇവിടെ ചാമ്പ്യൻസ് ഹോട്ടൽ, അങ്ങനൊരു ഹോട്ടലിലുണ്ട് പാലക്കാട്, നീ രാവിലെ തന്നെ ഒരു പാട്ട് എഴുതി അയക്കണം, ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി. അവർ സ്ത്രീയെ പരിപൂർണമായിട്ട് വർണ്ണിക്കണം. സ്ത്രീയെ പരിപൂർണമായിട്ട് വർണ്ണിക്കാൻ, അത് ന്യൂഡായിട്ടുള്ള ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ട് നീ വർണ്ണിക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അരവിന്ദസ്വാമി എല്ലാ ലൊക്കേഷനിലുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് എഴുതാമല്ലോ. അല്ല, അങ്ങനെ ശ്രീദേവിയെ കണ്ടിട്ടൊന്നും നീ എഴുതണ്ട, നീ സങ്കല്പിച്ച് എഴുതിയാൽ മതി എന്ന് പുള്ളി പറയുന്നു. ഫ്രെയിമിൽ ശ്രീദേവിയാണ് വരുന്നത്. അല്ല, ശ്രീദേവി നീ കണ്ടിട്ട് വേറെ വ്യംഗ്യമായിട്ട് ഭരതൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. നീ അത് പരിപൂർണ്ണ നഗ്നമായിട്ട് ന്യൂഡായിട്ടുള്ള ഒരു വരികളാണ് എനിക്ക് വേണ്ടത്. അയ്യോ ഭരതേട്ടാ, അത് അപകടമല്ലേ, എനിക്ക് ടോപ്പ് ടു ബോട്ടം ക്യാമറ വെക്കണം, നീ എഴുതിയേ പറ്റൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, എഴുതാൻ എന്തെങ്കിലും ഒരു ട്യൂൺ, അത് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഏതെങ്കിലും രാഗത്തിൽ എഴുത്. ഞാൻ പറഞ്ഞു മോഹനം മതിയോ, മോഹനോ കല്യാണിയോ ഒക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ എഴുതി. ട്യൂണ് നമ്മുടെ മനസ്സിൽ വന്നു. ട്യൂൺ വന്നു. പിന്നെ എഴുതാൻ കരിവരി വണ്ടുകൾ കുറുനിരകൾ കുളിർന്നെറ്റി മുകരും ചാരുതകൾ കാമൻ്റെ ധനുസ്സുകൾ കുനുചില്ലികൾ നീലോൽപ്പലങ്ങൾ നീൾമിഴികൾ മാന്തളിരധരം കവിളുകളിൽ വെൺതാമര വിടരും ദളസൗഭകം കുളിരണിച്ചോലകൾ നുണക്കുഴികൾ മധുമന്ദഹാസത്തിൻ വാഹിനികൾ ശംഖോടിടഞ്ഞ ഗളതലമോ കൈകളോ ജലപുഷ്പവളയങ്ങളോ നിറമാറിൽ യൗവന കലശങ്ങൾ മൃദുരോമരാജിതൻ താഴ്വരകൾ അരയാലിന്നിലകളോ അണിവയറോ ആരോമൽ പൊക്കിൾ ചുഴിപ്പൊയ്കയോ കാമഹർഷങ്ങൾ തൻ തൂണീരമോ നാഭീതടവന നീലിമയോ. ഇങ്ങനെയാണ് പാട്ട് വരുന്നത്. ജയചന്ദ്രനായിരുന്നു അതിൻ്റെ ആലാപനം. അതെ, വളരെ മനോഹരമായ ആലാപനം. അപ്പം ജയചന്ദ്രൻ തന്നെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പാടിയിട്ടുള്ളത്. കാരണം പുള്ളി പാടില്ല അങ്ങനെയാണെങ്കിൽ, ചില സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഏതോ വനപ്രദേശത്തെക്കുറിച്ചൊക്കെയുള്ള വർണ്ണന ഹിമാലയം ഒന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സെൻസർ ബോർഡിൻ്റെ സാധനം പോയി. അപ്പോൾ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ കൊണ്ടിരിപ്പുണ്ട്, ഭരതൻ ഡയറക്ടറും പോയിരിപ്പുണ്ട്. അവിടെയാണ് ഇംഗ്ലീഷ് കുഴപ്പമുണ്ടാക്കിയത്. അപ്പോൾ എന്തോ ഒരു ലൈൻ വന്നപ്പോൾ അവർ എന്താണ് എൻ്റെ മീനിങ് എന്ന് ചോദിച്ചു. മീനിങ് നത്തിങ് എന്നെല്ലാം പറഞ്ഞ് വിട്ടാൽ മതി.
പുള്ളി ആ ഇംഗ്ലീഷിലെ സെൻസർ ബോർഡാണെന്നോ കട്ടിംഗ് ആണെന്നൊന്നും അറിയാതെ പുള്ളി ഒറിജിനലായിട്ട് പുള്ളിക്ക് അറിയാവുന്ന മിനിമം ഇംഗ്ലീഷ് പ്രയോഗിച്ചു. അത് വളരെ അലസമായിട്ടാണ് പ്രയോഗിച്ചത്. അത് വലിയ അപകടമായി. കേട്ടപ്പോൾ തന്നെ കട്ടിട്ടെന്നവർ പറഞ്ഞു. ഭരതൻ പറഞ്ഞ് നമുക്ക് സെൻസർ ചെയ്യാമെന്ന് അറിഞ്ഞുകൂടെ, എന്നാലും ഭരതൻ്റെ ഒരു രീതിയിൽ ഷീ പ്ലേസ് ബിറ്റ്വീൻ ദ തൈസ് ഓഫ് എ വുമൺ കട്ടിച്ച്. പക്ഷേ അത് വലിയ അപകടം ചെയ്തു. കാരണം വുമൺ തൈസ് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും അതിന് ഭീകരമായ ഒരു അവസ്ഥ വന്നിട്ട് അവിടെ ഫ്ലൂട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീദേവിയുടെ അവിടെ വരെ വന്നിട്ട് ഈ ലൈൻ വരുമ്പം ഫ്ലൂട്ട് ഇട്ടിരിക്കുക. ചില പാട്ടുകൾ വരികൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പാട്ട് എഴുതിയത് വളരെ വിവാദമായിട്ടുള്ള വരികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് ആകാശവാണിയിൽ, ഇപ്പോൾ താങ്കൾ ആകാശവാണിയിലായിരുന്ന സമയത്ത് ചില പാട്ടുകൾക്ക് അവിടെ നിരോധനം ഉണ്ടായിരുന്നു. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദരസം ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ വരികളാണോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിൽ നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്ന വരികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വിവാദമായിട്ടുള്ള വരികളായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് ഇങ്ങനെ സെൻസർ ബോർഡ് കട്ട് ചെയ്തതുകൊണ്ട് വരികളിലെ ലൈംഗിക സ്പർശം അതിൻ്റെ അളവ് കൂടി എന്നുള്ളതിൻ്റെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് പകുതി വഴിയിൽ മുറിക്കപ്പെട്ട. മാത്രമല്ല ഇത് ഏറ്റവും നല്ല ടേക്കിങ്സ് മനോഹരമായിരുന്നു. കട്ട് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിനെ ബാധിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ എന്താണെന്നറിയാം, പിന്നെ പുള്ളി ആത്മകഥം പോലെ പറഞ്ഞു, ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറയണ്ട. കാരണം ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണൊക്കെ മനസ്സിലായത്, അല്ലേ അവർ വിട്ടേനെ. അത് അവർക്ക് മലയാള ഭാഷ അങ്ങനെ അറിയുന്ന ഒരാളൊന്നല്ല. അല്ല, ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് ഭരതന് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് എന്ന് പറയാമെന്ന് വെച്ചിട്ട് പുള്ളി അത് മറയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ മറയ്ക്ക് ഏറ്റവും വലിയ ആപത്തായി പോയെന്നുള്ളതാണ്. അങ്ങനെ ഒരു മായാത്ത മുറിപ്പാടായിട്ട് ആ പാട്ട്. മാത്രമല്ല ഇത് ഏറ്റവും ഇഷ്ടമുള്ളവൻ മരിച്ചുപോയി, പാവം ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു. എപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് അവനിടാൻ പറയുന്നു. കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഗാനത്തോട്. വലിയ താല്പര്യമായിരുന്നു ഇതിനോട്. സെക്സ് അല്ല, അതിൻ്റെ ആ ഒരു മ്യൂസിക്, നല്ല ജയൻ്റെ നല്ല റെൻഡറിങ്, നല്ല രസമായിട്ട്. പിന്നഴുകോ മണി തമ്പുരുവോ കാൽമുട്ടോ കണങ്കാലോ മാലേയ ദുതി വിടർത്തും ശ്രീ മഹാലക്ഷ്മി നീ സുരസുന്ദരി. മറ്റേ വരിയിലായിരുന്നെങ്കിൽ ഇത് ഓക്കെയാണ്. ദേവരാഗത്തിലെ ഈ പറഞ്ഞ എല്ലാ പാട്ടുകളും ആ സമയത്ത് വലിയ ഹിറ്റായിരുന്നു. ആ പാട്ടുകൾ ഒരു 96 വിഷുക്കാലത്ത് ഇറങ്ങി. പല പടത്തിലെയും പാട്ടുകൾ പുറകിലാക്കി അത് ഹിറ്റ് നിരയിലുണ്ടായിരുന്നു.